25/2/2022 ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഒരു ഉത്തരവ് ഇറക്കിയിട്ടുണ്ട്. ആ ഉത്തരവ് പ്രകാരം അംഗൻവാടി വർക്കർമാർക്കും ഹെൽപ്പർമാർക്കും ഗ്രാറ്റുവിറ്റി കിട്ടുവാൻ അവകാശമുണ്ട്. ആ അവകാശമുള്ളത് കൊണ്ട് തന്നെ ക്ഷേമനിധി ബോർഡിൽ കേരള അംഗൻവാടി വർക്കേഴ്സ് ആൻഡ് ഹെൽപ്പേഴ്സ് ക്ഷേമനിധി ബോർഡിൽ തിരുവനന്തപുരം പൂജപ്പുരയിൽ നിന്ന് 7/2/2024 ഒരു കത്ത് ആർക്ക് പോകുന്നത്? ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ എന്ന് വെച്ച് പോയിരിക്കുന്ന കത്ത് എല്ലാ ജില്ലാ ശിശു വികസന പദ്ധതി ഓഫീസർമാർക്കും പോയിരിക്കുന്നത്. അപ്പോൾ ഒരു ചെറിയ പ്രശ്നമുണ്ട്. അപ്പോൾ 2022 സുപ്രീം കോടതി പുറപ്പെടുവിച്ച ലെറ്ററിനെ ബേസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ഉത്തരവിനെ ബേസ് ചെയ്തുകൊണ്ട് 2024 2 മാസം 7-ാം തീയതി, അതായത് ഫെബ്രുവരി 7/2/2024 ഈ അംഗൻവാടി വർക്കേഴ്സ് ആൻഡ് ഹെൽപ്പേഴ്സ് ക്ഷേമനിധി ബോർഡിൽ നിന്ന് അതിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ എല്ലാ ജില്ലാ ഓഫീസർമാർക്കും ഒരു കത്തയച്ചു. അപ്പോൾ അത് താഴേക്ക് പോകും. CICD സൂപ്പർവൈസർ, CDPO വരെ എല്ലാവർക്കും താഴേക്ക് പോകും. ആ കത്തിൽ 2 വർഷം എടുത്തു കത്ത് താഴേക്ക് പോകാൻ. അതിൻ്റെ നിയമവശമൊന്നും എനിക്കറിയത്തില്ല, എന്തായാലും പോട്ടെ. ആ കത്തിൽ ആവശ്യപ്പെടുന്നത് സുപ്രീം കോടതിക്ക് അടിയന്തരമായിട്ട് റിപ്പോർട്ട് കൊടുക്കുന്നതിന് വേണ്ടി 13/2/2024 എന്ന് പറഞ്ഞാൽ കൃത്യം 6 ദിവസം, 7-ാം തീയതി അയക്കുന്നു, 13-ാം തീയതി 6 ദിവസം കൊണ്ട് ഇതോടൊപ്പം അയക്കുന്ന അവരയച്ചതാണ് ഗൂഗിൾ ഫോമിൽ ആളുകളുടെ ഡീറ്റെയിൽസ് അയക്കണം. കാരണം ആളുകളുടെ ഡീറ്റെയിൽസ് ഞങ്ങളുടെ കയ്യിലില്ല, ക്ഷേമനിധി ബോർഡിലില്ല. ക്ഷേമനിധി ബോർഡിൽ ആളുകളുടെ ഡീറ്റെയിൽസ് ഇല്ല എന്ന് പറയുന്നത് തന്നെ അത് വേറെ ചർച്ച ചെയ്യണം. അത് പിന്നെ വേറെ ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. കാരണം ഇത് ഇത്രയും വലിയൊരു ആളുകളുടെ ഡേറ്റാബേസ് AI-യുടെ സാങ്കേതിക യുഗത്തിൽ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെയും IT-യുടെയും പുതിയ യുഗത്തിൽ 66,000 പേരുടെ ഒരു ഡേറ്റാബേസ് ക്ഷേമനിധി ബോർഡിൽ ഇല്ല എന്നുള്ളത് വേറെ ചർച്ച ചെയ്യാം. അതിപ്പോൾ ചർച്ച ചെയ്തിട്ട് അവരെ ബുദ്ധിമുട്ടിക്കുന്നില്ല. പക്ഷേ എന്തായാലും താഴെ നിന്ന് ചോദിച്ചു. അപ്പോൾ സംഭവത്തിൻ്റെ ഒരു നാൾ വഴി മനസ്സിലാക്കണം. 25/2/2022 സുപ്രീം കോടതി വിധി, 7/2/2024 താഴേക്ക് കത്ത് പോകുന്നു. 13/2/2024 മുമ്പ് തിരിച്ച് അവർക്ക് കാര്യങ്ങൾ ഈ ക്ഷേമനിധി ബോർഡിന് കൊടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞിട്ടും ഇപ്പോൾ 1 വർഷമായി. ചുരുക്കത്തിൽ സുപ്രീം കോടതി ഓർഡർ ഇട്ടതിന് ശേഷം 3 വർഷമായി. ഇതുവരെ എവിടെ ഗ്രാറ്റുവിറ്റി എന്ന് ചോദിച്ചാൽ ആരാണ് ഉത്തരം പറയുക? എന്താണ് ഇത്ര കഷ്ടമാണ് ഈ വനിതകളുടെ, സ്ത്രീകളുടെ, ഈ ചെറുപ്പക്കാരികളുടെ അല്ലെങ്കിൽ സീനിയർ ആയിട്ടുള്ള ആളുകളുടെ ഒക്കെ കാര്യം വളരെ കഷ്ടമാണ്. അവർക്ക് ഗ്രാറ്റുവിറ്റി കിട്ടുവാനുള്ള ഈ സുപ്രീം കോടതി ഉത്തരവ് 2022 വന്നിട്ട് അതിൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ സുല്ല് ഈ വീഡിയോയ്ക്ക്. ഇല്ല എന്നാണ് നിരവധി ആളുകൾ എനിക്ക് മെസ്സേജ് തന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നില്ല കാരണം ഇല്ല എന്ന് പറയാൻ കാരണം ഇത് കിട്ടിയിട്ടില്ല, ആളുകളുടെ കയ്യിൽ എന്തായാലും കിട്ടിയിട്ടില്ല. അപ്പോൾ വളരെ ഗുരുതരമായ ലാപ്സാണ് ഓരോ ഘട്ടത്തിലും താഴെ മുതൽ മുകൾ വരെ ഉദ്യോഗസ്ഥ സംവിധാനത്തിൽ വന്നിരിക്കുന്നത്. ഇനി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ കാണുന്ന ഉത്തരവാദിത്തപ്പെട്ടവർ എനിക്ക് ഡീറ്റെയിൽസ് തരണം. അപ്പോൾ എന്തായാലും കിട്ടിയ ഡീറ്റെയിൽസ് വെച്ചിട്ട് കൊടുത്തിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ 66,000 വരുന്ന 62,000 വരുന്ന അംഗൻവാടി വർക്കർമാരോടും ഹെൽപ്പർമാരോടും ചെയ്യുന്ന കൊടിയ ചതിയാണ്, വഞ്ചനയാണ്. മറ്റൊരു പദം അതിനകത്ത് പറയാനില്ല. അടിയന്തരമായി ഇതിനകത്ത് ബന്ധപ്പെട്ടവർ ഇടപെട്ടവർക്ക് ഗ്രാറ്റുവിറ്റി വാങ്ങിക്കൊടുക്കണം. ഞാൻ ഒരു കാര്യം ചോദിച്ചുകൊണ്ട് അവസാനിപ്പിക്കട്ടെ. ഈ പ്രോസസ്സൊക്കെ ചെയ്യുന്ന ക്ഷേമനിധി ബോർഡിൽ ഇരിക്കുന്ന ചെയർപേഴ്സൺ ആവട്ടെ, അതിൻ്റെ CEO ഒക്കെ ആവട്ടെ, അവിടുത്തെ ഉദ്യോഗസ്ഥ സംവിധാനത്തിനാകട്ടെ, അതുപോലെ ICDS-ൻ്റെ വനിതാ ശിശുക്ഷേമ ഡയറക്ടർ ഹരിത നായർക്കാകട്ടെ, IAS-നാകട്ടെ, താഴേക്കുള്ള സംവിധാനങ്ങൾ CDPO വരെയുള്ള ICDS ഓഫീസർമാർ വരെയുള്ള ഏതെങ്കിലും ഒരു ഓഫീസർക്ക് കിട്ടാനുള്ള ഏതെങ്കിലും ഒരു ആനുകൂല്യം ഇതുപോലെ തടയപ്പെട്ടാൽ, 2-3 വർഷം തടയപ്പെട്ടാൽ നിങ്ങൾ നീതി നിഷേധത്തിന് കോടതിയിൽ പോവുകയില്ലേ എന്ന് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇനി ഈ യഥാർത്ഥത്തിൽ ഇവിടെ മെനീബൻ മഹാബൻ ഭാര്യ എന്ന് പേര് കേൾക്കുമ്പോൾ ഒരു നോർത്ത് ഇന്ത്യൻ പേരാണ് കേൾക്കുന്നത്. മണീബൻ മകാൻഭായി ഭാര്യ വേഴ്സസ് ഡിസ്ട്രിക്ട് ഡെവലപ്മെൻറ്റ് ഓഫീസർ ദാഹോദ് ആൻഡ് അതേഴ്സ്, വേറൊരു സ്റ്റേറ്റിലുള്ളതാണ്. അവരാണ് കേസ് കൊടുത്തിരിക്കുന്നത്. മലയാളികൾ ഇവിടെ നമുക്ക് നല്ല മാതൃകയാണെന്ന് പറഞ്ഞ് ഒരുങ്ങി ഉടുത്തൊരുങ്ങി പരിപാടികൾക്ക് എത്തിരിക്കാനും കീഴ വിളിക്കാനും കേരളം ഒന്നാണെന്ന് പറയാനും ഒക്കെ നമുക്ക് വലിയ ആവേശമാണ്. സ്വന്തം അവകാശം നേടിയെടുക്കാൻ ആളുകൾക്കും അറിയില്ല, അത് കൊടുക്കാൻ ഉദ്യോഗസ്ഥർക്കും അറിയില്ല. എന്തൊരു കഷ്ടമാണ്, എന്തൊരു ഗതികേടാണ്. കേരളമേ,
വികസന മാതൃകയിൽ ഒന്നാമത് നിൽക്കുന്ന കേരളമേ കേഴുക നാടേ.